വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ സുസ്മിതയുടെ തോളിൽ വന്ന് സത്യഭാമ പിടിക്കുമ്പോൾ പെട്ടെന്നൊന്ന് ഞെട്ടുകയാണ് സുസ്മിത. മോളിവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഭാമ ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, പറയാം ആൻറ്റി, എൻ്റെ കണക്ക് കൂട്ടലുകൾ ശരിയാണെങ്കിൽ ഒരു കിടിലൻ സസ്പെൻസാണ് ഇപ്പോൾ പൊളിയാൻ പോകുന്നത്. വീണ്ടും സുസ്മിത എഴുതാൻ ശ്രമിക്കുമ്പോൾ എന്താ മോളേന്ന് ചോദിക്കുകയാണ് ഭാമ. അന്നേരം സുസ്മിത പറയുകയാണ്, ഒരു മിനിറ്റ് ആൻറ്റി, ഇത് എന്തിനുള്ള മരുന്നാണെന്ന് നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. നെറ്റിൽ സെർച്ച് ചെയ്ത ശേഷം സുസ്മിത പറയുകയാണ്, കള്ളി പൊളിഞ്ഞു ആൻറ്റി, എന്താ മോളെന്ന് ചോദിക്കുകയാണ് അന്നേരം ഭാമ. അന്നേരം സുസ്മിത പറയുകയാണ്, പ്രീതിയും ശാലിനിയും കൂടി ഡോക്ടറുടെ കയ്യിൽ നിന്നും എഴുതി വാങ്ങിച്ച മരുന്നാണിത്. അന്നേരം ഭാമ ചോദിക്കുകയാണ്, മരുന്നുകളോ? അതിനിവിടെ ആർക്കാണ് അസുഖം? ഇത് അസുഖമല്ല ആൻറ്റി, സുഖം കൂടിപ്പോയതിൻ്റെ കുഴപ്പമാണ്. അന്നേരം ഒന്നും മനസ്സിലാകാതെ സത്യഭാമ പറയുകയാണ്, എന്താണെന്ന് വെച്ചാൽ നീ തെളിച്ച് പറയുക. ഗർഭിണികൾ കഴിക്കേണ്ട മരുന്നാണിത്. ഇവിടെ ഇപ്പോൾ ആർക്കാ ഗർഭം? അന്നേരം ആകെ അമ്പരന്ന് സത്യഭാമ ചോദിക്കുകയാണ്, നീ സത്യമാണോ ഈ പറയുന്നത്? പിന്നല്ലാതെ, സംശയമുണ്ടെങ്കിൽ ഈ ഫോണിൽ നിന്ന് ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് സുസ്മിത. അതിനുശേഷം പ്രീതിയുടെ ഫോണിൽ ലാസ്റ്റ് കോളാണ് എന്നും പറഞ്ഞ് ഡയൽ ചെയ്ത് ഭാമയ്ക്ക് കൊടുക്കുകയാണ് സുസ്മിത. അന്നേരം സത്യഭാമ ഫോൺ ചെയ്യുമ്പോൾ ഡോക്ടർ എടുത്തിട്ട് ഒന്നും ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് പറയുകയാണ്, ആ ശാലിനി വിളിച്ചത് നന്നായി, ഞാൻ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ് എഴുതാൻ മറന്നുപോയി, അതുകൂടി കുറിച്ചെടുക്കണേ. എന്താ ശാലിനി ഒന്നും മിണ്ടാത്തത് എന്ന് ഡോക്ടർ തിരിച്ചു ചോദിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യുകയാണ് സത്യഭാമ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ആൻറ്റി എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി മുകളിലേക്ക് നോക്കി പ്രീതിന്ന് ഉറക്കെ വിളിക്കുകയാണ് സത്യഭാമ. വിളിച്ച് ചോദിക്കണം ആൻറ്റി, രണ്ടുപേരും കൂടി ആൻറ്റിയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ എരികേറ്റുകയാണ് സുസ്മിത. വീണ്ടും പ്രീതി എന്ന് സത്യഭാമ വിളിക്കുമ്പോൾ അവിടേക്ക് വന്ന രാഘവൻ നായർ ചോദിക്കുകയാണ്, എന്താ ഭാമേ, പറയാം, എൻ്റെ പൊന്നുമോള് കൂടി ഒന്നിങ്ങോട്ട് വന്നോട്ടെ. അന്നേരം മുകളിൽ നിന്ന് ശാലിനിയും കൂട്ടി പ്രീതി വന്ന് ചോദിക്കുകയാണ്, എന്താ അമ്മയെന്ന്. അതുകണ്ട് സുസ്മിത പറയുകയാണ്, രണ്ടിൻ്റെയും മുഖഭാവം കണ്ടില്ലേ, കണ്ണടച്ച് പാല് കുടിച്ചാൽ ആരും ഇല്ലെന്നാണ് ഈ പൂച്ചകളുടെ വിചാരം. എനിക്ക് കുറച്ച് നാളായിട്ടേ സംശയമുണ്ടായിരുന്നു ആൻറ്റി ഒരു പാവമായതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും പറ്റിക്കാമല്ലോ എന്നൊക്കെ പറയുകയാണ് സുസ്മിത. വീണ്ടും മുകളിൽ തന്നെ നിന്നുകൊണ്ട് പ്രീതി എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ ഇങ്ങോട്ട് വാന്ന് വിളിക്കുകയാണ് സത്യഭാമ. തുടർന്ന് രണ്ടുപേരോടുമായി സത്യഭാമ ചോദിക്കുകയാണ്, ഈ വീട്ടിൽ ആരാ ഗർഭിണി? അന്നേരം ഒന്ന് അമ്പരക്കുകയാണ് പ്രീതിയും ശാലിനിയും രാഘവൻ നായരും. തുടർന്ന് സുസ്മിതയുടെ കയ്യിൽ നിന്നും ആ മരുന്ന് കുറിച്ച പേപ്പർ വാങ്ങിയിട്ട് സത്യഭാമ ചോദിക്കുകയാണ്, ഈ മരുന്നുകൾ ഇവിടെ ആർക്കാണ്? പറയാനെന്ന് ഉറക്കെ സത്യഭാമ പറയുമ്പോൾ അമ്മേ അത് എന്നൊക്കെ പറഞ്ഞ് തപ്പി നിൽക്കുകയാണ് പ്രീതി. അന്നേരം സത്യഭാമ പറയുകയാണ്, പറഞ്ഞൊഴിയാൻ നോക്കണ്ട, നിന്റെ ഫോണിലേക്കാണ് ഡോക്ടർ വിളിച്ചതും ഈ മരുന്ന് പറഞ്ഞു തന്നതുമൊക്കെ. പറ, ആരാ പ്രഗ്നൻ്റ് എന്ന് വീണ്ടും കലിതുള്ളി സത്യഭാമ ചോദിക്കുമ്പോൾ ആകെ പേടിച്ചു നിൽക്കുന്ന പ്രീതിയുടെ കൈ മുറുകെ പിടിച്ചിട്ട് ശാലിനി പറയരുതെന്ന് തലയാട്ടുകയാണ്. അന്നേരം രാഘവൻ നായർ ചോദിക്കുകയാണ്, പറഞ്ഞതല്ലേ ഭാമേ പൊന്നി ഗർഭിണിയാണെന്ന്, അവൾക്കുള്ള മരുന്നുകളാവും ചിലപ്പോൾ ഇത്. അന്നേരം സത്യഭാമ പറയുകയാണ്, ഭർത്താവിന് സുഖമില്ല എന്നും പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോയിട്ട് ആഴ്ച 1 കഴിഞ്ഞു. അവൾക്കുള്ള മരുന്നുകൾ ഡോക്ടർ എന്തിന് ഇവളുടെ ഫോണിലേക്ക് വിളിച്ചു പറയണം? വീണ്ടും പറയടി, ആരാ പ്രഗ്നൻ്റ് എന്ന് ശാലിനിയോടും പ്രീതിയോടും മാറി മാറി ചോദിക്കുകയാണ് സത്യഭാമ. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ഭാമേ വേറെ ആർക്കെങ്കിലും കൊടുക്കാനുള്ള മരുന്ന് ഡോക്ടർ മാറി പറഞ്ഞതാകും ചിലപ്പോൾ. അന്നേരം സത്യഭാമ പറയുകയാണ്, മാറിപ്പോയതൊന്നുമല്ല, തിരിച്ചു വിളിച്ചപ്പോൾ ശാലിനി എന്ന പേര് വിളിച്ചാണ് ഡോക്ടർ തിരികെ സംസാരിച്ചത്. അതും കൂടിയായപ്പോൾ ആകെ പെട്ടു എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് രാഘവൻ നായരും പ്രീതിയും ശാലിനിയും. ആകെ പേടിച്ച പ്രീതി അമ്മേ അത് എന്നും പറഞ്ഞ് പറയാൻ തുടങ്ങുമ്പോൾ പ്രീതിയെ പെട്ടെന്ന് പിടിച്ചു മാറ്റിയിട്ട് സത്യഭാമയുടെ മുമ്പിലേക്ക് വന്ന് ശാലിനി പറയുകയാണ്, ഞാനാണ് പ്രഗ്നൻ്റ്. അന്നേരം സുസ്മിത പറയുകയാണ്, അല്ല ആൻറ്റി, ശാലിനി ഗർഭിണിയല്ല. പിന്നെയെന്ന് ഭാമ ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, പ്രീതിയാണ് ഗർഭിണി. പ്രീതിയോന്ന് അമ്പരന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, അതെ ആൻറ്റി, പ്രീതി തന്നെ, ഇത് നേരത്തെ എനിക്ക് സംശയമുണ്ടായിരുന്നു. അന്നേരം ശാലിനി പറയുകയാണ്, നിന്നോട് ആര് പറഞ്ഞു ഞാൻ തന്നെയാണ് പ്രഗ്നൻ്റ്? ഇല്ല ആൻറ്റി, ഇവള് പ്രീതിയെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയുന്നതാണ്. അന്നേരം ശാലിനി പറയുകയാണ്, ഞാൻ എന്തിന് കള്ളം പറയണം, ഇക്കാര്യത്തിൽ എനിക്ക് കള്ളം പറയാൻ പറ്റുമോ? വീണ്ടും അല്ല ആൻറ്റി, പ്രീതിക്ക് തന്നെയാണ്, എനിക്ക് ഉറപ്പാണെന്ന് സുസ്മിത വാദിക്കുമ്പോൾ സുസ്മിതയെന്ന് ഉറക്കെ വിളിക്കുകയാണ് സത്യഭാമ. 1 വർഷമായി അർജുനുമായി അകന്നു കഴിയുകയാണ് അവള്, പിന്നെ അവൾ എങ്ങനെ പ്രഗ്നൻ്റ് ആകും? അതെനിക്ക് അറിയില്ല ആൻറ്റി എന്ന് പറയുകയാണ് സുസ്മിത. അന്നേരം ശാലിനി പറയുകയാണ്, ആരും പ്രീതിയുടെ മേല് പഴി ചാരണ്ട, ഞാൻ തന്നെയാണ് പ്രഗ്നൻ്റ് എന്ന് പറഞ്ഞ് തലകുനിച്ച് നിൽക്കുകയാണ് ശാലിനി. അന്നേരം സുസ്മിത ചോദിക്കുകയാണ്, അതിന് തെളിവുണ്ടോ നിന്റെ കയ്യിൽ? ഉണ്ടെങ്കിലോ ഒന്ന് വിക്കി ശാലിനി ചോദിക്കുമ്പോൾ എങ്കിൽ കാണിക്കുമെന്ന് പറയുകയാണ് സുസ്മിത. അന്നേരം ശരിയെന്നും പറഞ്ഞ് മുകളിലേക്ക് കയറി പോവുകയാണ് ശാലിനി.
അന്നേരം സുസ്മിത പറയുകയാണ്, തെറ്റിദ്ധരിപ്പിക്കാൻ അവൾ പരമാവധി നോക്കും ആൻറ്റി അതിലൊന്നും വീഴരുത്. അന്നേരം രാഘവൻ നായർ കരുതുകയാണ്, ഭഗവാനെ, ഇതിൻ്റെ പ്രത്യാഘാതം എന്തെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ശാലിനി ഇതൊക്കെ ചെയ്യുന്നത്? പ്രീതിയെ രക്ഷിക്കാൻ മറ്റൊരു മാർഗവും കാണുന്നില്ലല്ലോ. അന്നേരം ആകെ വിഷമിച്ചവിടെ നിൽക്കുകയാണ് പ്രീതിയും. അതേസമയം മുകളിൽ നിന്നും ഒരു ഫയലുമായി ശാലിനി വരുമ്പോൾ പ്രീതി കരുതുകയാണ്, ദൈവമേ, എൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണല്ലോ ശാലിനി വരുന്നത്. അതിലെൻ്റെ പേരുണ്ട്. അത് കണ്ടാൽ പിന്നെ ശാലിനി ഗർഭിണിയാണെന്ന് പറഞ്ഞത് അമ്മ വിശ്വസിക്കത്തുമില്ല. സംശയം വേണ്ട, ഇത് നോക്കി ഉറപ്പുവരുത്താം. മെഡിക്കൽ റിപ്പോർട്ടാണ്, പ്രഗ്നൻ്റായ പേഷ്യൻറ്റിൻ്റെ പേരുണ്ട് ഇതിലെന്നും പറഞ്ഞ് കൊണ്ടുവന്ന ഫയല് സത്യഭാമയ്ക്ക് നേരെ നീട്ടുകയാണ് ശാലിനി. ഫയല് നോക്കിയ ശേഷം ദേഷ്യത്തോടു കൂടി പ്രീതിയെ നോക്കുകയാണ് സത്യഭാമ. അന്നേരം പ്രീതി കരുതുകയാണ്, ഈശ്വര, തീർന്നോ? സത്യഭാമയുടെ ഭാവമൊക്കെ കണ്ടിട്ട് സുസ്മിത ചോദിക്കുകയാണ്, എന്താ ആൻറ്റി, പ്രീതിയല്ലേ ഗർഭിണി, പറയ്. അന്നേരം സത്യഭാമ പറയുകയാണ്, അല്ല ശാലിനി എന്ന് പറയുമ്പോൾ നോക്കട്ടെ എന്നും പറഞ്ഞ് ആ റിപ്പോർട്ട് വാങ്ങി നോക്കുകയാണ് സുസ്മിതയും. അന്നേരം എന്താണ് നടന്നതെന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് രാഘവൻ നായരും പ്രീതിയും. തുടർന്ന് കാണിക്കുന്നത് പ്രീതി മനസ്സിലോർക്കുന്നതാണ്. മുകളിലേക്ക് പോയ ശാലിനി പ്രീതിയുടെ പേര് മാറ്റിയ ശേഷം അവിടെ തൻ്റെ പേരുള്ള പേപ്പർ കട്ടിങ് ഒട്ടിക്കുകയാണ്. എന്നിട്ടാണ് ശാലിനി ആ ഫയലുമായി താഴേക്ക് വരുന്നത്. അന്നേരം ദേഷ്യത്തോടു കൂടി ഭാമ ചോദിക്കുകയാണ്, നീ ഗർഭിണിയാണ് അല്ലേടി? സുസ്മിതയുടെ വിവാഹം കഴിയുന്നത് വരെ നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്തൃബന്ധം ഉണ്ടാകില്ലെന്ന് വാക്ക് തന്നിരുന്നു എൻ്റെ മകൻ വിഷ്ണു. അവനത് തെറ്റിക്കും എന്നുള്ള വിശ്വാസം എനിക്കില്ല. പിന്നെ ചതിച്ചത് ആരാണ്? സത്യഭാമയുടെ ആ ചോദ്യം കേട്ട് ചിരിച്ച് സുസ്മിത കരുതുകയാണ്, ഈശ്വര, വമ്പൻ ട്വിസ്റ്റാണല്ലോ വരുന്നത്. ഈ ബുദ്ധി ആദ്യമേ എൻ്റെ തലയിൽ തോന്നിയില്ലല്ലോ. വീണ്ടും ദേഷ്യത്തോടു കൂടി സത്യഭാമ ചോദിക്കുകയാണ്, നിന്റെ വയറ്റിലുള്ളത് എൻ്റെ മകൻ്റെ കുഞ്ഞോ അതോ വേറെ ആരുടെയെങ്കിലുമോ? അതറിഞ്ഞാൽ മതി എനിക്കെന്ന് ഭാമ പറയുമ്പോൾ പ്രീതിയും രാഘവൻ നായരെയും ഒക്കെ ഒന്ന് നോക്കിയിട്ട് ശാലിനി പറയുകയാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ഭാമേ, അതെന്തെങ്കിലും തെറ്റുപറ്റിയതായിരിക്കും. പ്രഗ്നൻ്റ് ആണെന്ന് ശാലിനി ചിലപ്പോൾ തെറ്റിദ്ധരിച്ചതായിരിക്കും. മറ്റു വല്ലവരുടെയും റിപ്പോർട്ട് എന്ന് പറയുമ്പോഴേക്കും ദേഷ്യത്തോടു കൂടി തന്നെ സത്യഭാമ പറയുകയാണ്, മണ്ടത്തരം പറയാതെ രാഘവേട്ടാ. മറ്റാരുടെയെങ്കിലും ടെസ്റ്റ് റിപ്പോർട്ടുമായി മാറിപ്പോയതാണെങ്കിൽ തന്നെ ഒരു പുരുഷനുമായി ബന്ധമില്ലാത്ത ഒരു സ്ത്രീ എങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് സമ്മതിക്കും? ഒരു റീചെക്കപ്പിന് തയ്യാറാവില്ലേ അവൾ? പക്ഷെ അതിനൊന്നും ഉത്തരമില്ലാതെ നിൽക്കുകയാണ് രാഘവൻ നായർ. അന്നേരം ഫയലെടുത്ത് കാട്ടിയിട്ട് ഭാമ പറയുകയാണ്, ദേ ഈ ഫയലിലുള്ളത് മാസങ്ങളായുള്ള ടെസ്റ്റ് റിപ്പോർട്ടും സ്കാനിങ്ങും ഒക്കെയാണ്. ഇവളുടെ വയറ്റിലുള്ള കുഞ്ഞിന് 3 മാസം അല്ലേടിയെന്ന് ചോദിക്കുകയാണ് ശാലിനിയോട് സത്യഭാമ. അതിനുശേഷം ഫയലെടുത്തെറിഞ്ഞിട്ട് ഭാമ ചോദിക്കുകയാണ്, 1 മാസം തികച്ചായില്ലല്ലോടി നീ ഇവിടെ വന്ന് കയറിയിട്ട്? കുടുംബശ്രീയിൽ നിനക്ക് എന്തായിരുന്നെടി ബിസിനസ്? ഹോട്ടലോ അതോ എന്ന് പറഞ്ഞ് സത്യഭാമ അങ്ങനെ നിൽക്കുമ്പോൾ സങ്കടപ്പെട്ട് ഭാമയെ നോക്കുകയാണ് ശാലിനി. എന്നിട്ട് സുസ്മിതയെ പിടിച്ചു നിർത്തി പറയുകയാണ്, പൊന്നുപോലുള്ള ഈ പെണ്ണ് താലിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് വല്ലവൻ്റെയും കുഞ്ഞിന് വയറ്റിലിട്ട് എൻ്റെ മകന് മുമ്പിൽ താലി കെട്ടാനായിട്ട് നീ പറഞ്ഞത്. നീ കളിച്ചത് സത്യഭാമയോടാണ്. വിടില്ല നിന്നെ ഞാൻ. ഇനി ഒന്നേ എനിക്കറിയാനുള്ളൂ, എൻ്റെ മകൻ കൂടി ചേർന്നാണോ എന്നെ ചതിച്ചതെന്ന്. ആണെങ്കിൽ രണ്ടും പടിക്ക് പുറത്ത്, അല്ലെങ്കിൽ കൂടും കുടുക്കയും ഒക്കെ എടുത്തുകൊണ്ട് നീ പടിക്ക് പുറത്ത്. അവൻ ഈ വീട്ടിൽ വന്നു കയറുന്ന സമയം വരെ ഉള്ളൂ നിനക്ക്. ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്താണോ അതൊക്കെ എടുത്ത് പുറപ്പെടാൻ നീ തയ്യാറായിക്കോ. അത്രയും പറഞ്ഞ് ഭാമ റൂമിലേക്ക് പോകുമ്പോൾ സുസ്മിത പറയുകയാണ്, നിനക്കുള്ള കുഴി നീ തന്നെ വെട്ടി. മൂടാൻ ഞാൻ റെഡിയാണ്, നീ തയ്യാറായിക്കോ എന്ന് പറഞ്ഞിട്ട് സുസ്മിതയും അകത്തേക്ക് പോകുന്നു. അന്നേരം ആകെ സങ്കടപ്പെട്ട് മോളെ നീ എന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, പ്രീതിയുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു അച്ഛാ. പ്രീതി ഗർഭിണിയാണെന്നറിഞ്ഞാൽ സത്യാമ്മ എന്ത് ചെയ്യുമെന്നറിയില്ല. ഇതിപ്പോൾ ജീവൻ കൊടുത്തും ശാലിനി ആ കുഞ്ഞിനെ രക്ഷിക്കും. ശാലിനിയുടെ സംസാരമൊക്കെ കേട്ട് ആകെ സങ്കടപ്പെട്ട് നിന്ന് കരയുകയാണ് പ്രീതി. അതിനുവേണ്ടി ഞാൻ വരുന്നതെല്ലാം സഹിച്ചോളാം അച്ഛാ എന്ന് ശാലിനി പറഞ്ഞിട്ട് പ്രീതിയുടെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചിട്ട് ആ മെഡിക്കൽ റിപ്പോർട്ടും എടുത്ത് മുകളിലേക്ക് പോവുകയാണ് ശാലിനി. തുടർന്ന് രാഘവൻ നായരുടെ കാൽക്കലിരുന്ന് കരയുകയാണ് പ്രീതി. തുടർന്ന് കാണിക്കുന്നത് മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സത്യഭാമ ശാലിനി പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലിട്ട് ഓർക്കുകയാണ്. അതേസമയം റൂമിൽ ശാലിനി കട്ടിലിരുന്ന് ഓർക്കുന്നത് അർജുന് കൊടുത്ത വാക്കാണ്. ശാലിനി തൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും നിങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കുമെന്ന്. തുടർന്ന് അവിടേക്ക് വരികയാണ് വിഷ്ണു. അന്നേരം സത്യഭാമ പറയുകയാണ്, നിൽക്ക്, എന്താ അമ്മയെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഭാമ പറയുകയാണ്, അല്ല, മധുര പലഹാരങ്ങളൊന്നും കാണാനില്ലല്ലോ കയ്യിൽ. അന്നേരം കാര്യമൊന്നും മനസ്സിലാകാതെ നോക്കുകയാണ് വിഷ്ണു. വീണ്ടും ഭാമ പറയുകയാണ്, അല്ല, സാധാരണ അങ്ങനെയല്ലല്ലോ. അച്ഛനാകാൻ പോകുന്നയാൾ വീട്ടുകാർക്കായാലും ചെലവ് ചെയ്യും. അച്ഛനാകാൻ പോകുന്നെന്നോ ആര് എന്ന് ഒന്നും മനസ്സിലാകാതെ ചോദിക്കുകയാണ് വിഷ്ണു.
നീ തന്നെ, അല്ലാതെ വേറെ ആര് എന്ന് ഭാമ ചോദിക്കുമ്പോൾ ഞാനോ എന്ന് അതിശയത്തോടെ ചോദിക്കുകയാണ് വിഷ്ണു. അതേടാ, നിന്റെ ഭാര്യ ശാലിനി ഗർഭിണിയാണെന്ന്. അമ്മ എന്തായി പറയുന്നത്? അമ്മ പറയുന്നത് സത്യമാണോ? അന്നേരം ഭാമ പറയുകയാണ്, ഞാൻ തമാശ പറയാറില്ലെന്ന് നിനക്കറിയാമല്ലോ, അല്ലെങ്കിലും ഇക്കാര്യത്തിലാണോ തമാശ പറയുന്നത്? പറഞ്ഞത് നിന്റെ ഭാര്യയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്നെ ശാലിനി. അവൾ ഗർഭിണിയോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഭാമ പറയുകയാണ്, അപ്പോൾ നീ അറിഞ്ഞിട്ടില്ല അല്ലേ? അന്നേരം വിഷ്ണു ഇല്ലാന്ന് പറയുമ്പോൾ സത്യഭാമ പറയുകയാണ്, എങ്കിൽ പോയി ചോദിക്കടാ, ചതിച്ചത് ആരാണെന്ന് എനിക്കറിയണം. പോയി ചോദിക്കാനെന്ന് വീണ്ടും സത്യഭാമ പറയുമ്പോൾ മുകളിലേക്ക് കയറി പോവുകയാണ് വിഷ്ണു. ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്